അങ്ങനെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിലേക്ക് പുതിയൊരു ഓപ്പറേറ്റർ വരാൻ പോവാണ്. ആ ഓപ്പറേറ്ററിന്റെ പേരാണ് പൈപ്പ്ലൈൻ ഓപ്പറേറ്റർ. ഈ പൈപ്പ്ലൈൻ ഓപ്പറേറ്റർ എന്താ ചെയ്യുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഇത് ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബേബൽ ഇൻസ്റ്റാൾ ചെയ്യണം. ബേബൽ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പൈലർ ആണ്. ബേബലിന്റെ കൂടെ കുറച്ച് പ്ലഗിൻസും ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ .babel.rc എന്ന് പറഞ്ഞ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഫയലിൻ്റെ ഉള്ളിൽ ഈ ഒരു കാര്യം നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടണം. ഓക്കെ, ഇതും ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ package.jsonൽ പോയിട്ട് ഇവിടെ സ്ക്രിപ്റ്റിന്റെ താഴെ സ്റ്റാർട്ട് എന്നുള്ള കീ കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സാധനം കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ ഒരു കാര്യം ഉറപ്പ് വരുത്തുന്നത് വെച്ചാൽ pipe.js എന്ന് പറഞ്ഞ ഫയൽ നിങ്ങളുടെ ഡയറക്ടറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ pipe.js എന്ന ഫയലിലേക്ക് പോവുക. ഇവിടെ ഞാൻ 2 ഫംഗ്ഷൻസ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എടുക്കും, അതിന്റെ സ്ക്വയർ റിട്ടേൺ ചെയ്യും. രണ്ടാമത്തേത് ക്യൂബ് ആണ്, നമ്പർ എടുക്കും, ക്യൂബ് റിട്ടേൺ ചെയ്യും. പിന്നെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് പൈപ്പ്ലൈൻ ഓപ്പറേറ്റർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതെന്താണ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ 5 എന്നുള്ള നമ്പർ ഈ സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ അത് 5ന്റെ സ്ക്വയർ റിട്ടേൺ ചെയ്യും. എന്നിട്ട് ആ റിട്ടേൺ ചെയ്ത വാല്യൂ ആയിരിക്കും ക്യൂബ് എന്നുള്ള ഫംഗ്ഷന്റെ ഇൻപുട്ടായിട്ട് വരിക. അപ്പം അതിന്റെ ക്യൂബും റിട്ടേൺ ചെയ്യും. ഇങ്ങനെ ഒരു ചെയിൻ ഓഫ് സീരീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ഫംഗ്ഷന്റെ സീരീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ്ലൈൻ ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഇത് TC39ന്റെ സ്റ്റേജ് 2 പ്രൊപ്പോസലാണ്. അത് സ്റ്റേജ് 4ൽ എത്തിക്കഴിഞ്ഞാൽ അത് എല്ലാ ബ്രൗസറിലും അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് ഞാനിപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ npm സ്റ്റാർട്ട് കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോ കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ.